നമ്മളെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് ഇവിടെ അടുത്തൊരു കോട്ടയുണ്ട്, രാജാക്കോട്ട. നവാബിന്റെ കാലത്തുണ്ടായിരുന്ന കോട്ടയാണ്. ഈ ബ്രിട്ടീഷുകാരും അവരുടെ സൈന്യം വരുമ്പോൾ അവര് ഒളിച്ചു താമസിച്ചിരുന്ന ഒരു കോട്ട എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അവിടെ യുദ്ധങ്ങളും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് എന്ന് പറയുന്നത്. എന്തായാലും അവിടെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളുമായിട്ട് തീർച്ചയായും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. അപ്പം അങ്ങോട്ട് പോകാനുള്ള പരിപാടിയാണ്. നമ്മളടുത്ത സുഹൃത്ത് വന്നിട്ടുണ്ട്, അപ്പം അങ്ങോട്ട് പോവാൻ. അപ്പൊ പോകുന്ന വഴിയിലെ ഓരോ കാഴ്ചകളുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം. ഇത് ഇവിടുത്തെ ഒരു ബോയ്സ് സ്കൂളാണ്. ഓൺലി ബോയ്സ് അതുക്കുള്ള ഓൺലി ബോയ്സ് ബോയ്സ് സ്കൂളാണ്. പോകുന്ന വഴിയിലുള്ള ഹോസ്പിറ്റലാണ്. ചായക്കട പിന്നെ ഇവിടെ എല്ലാം ഓപ്പൺ ആക്കാം. ഒരു കട എന്നല്ല, എല്ലാ കടകളും ഇവിടെ ഓപ്പൺ ആക്കാം. ഇവിടെ ഹിന്ദുക്കളുണ്ട്, മുസ്ലിങ്ങളുണ്ട്. നമ്മളെ നാട്ടിലെ മാതിരിയല്ല. ഇത് നവാബ് പള്ളി. നവാബിന്റെ നവാബ് എന്ന ഒരു വ്യക്തി വന്ന് കോട്ടയ്ക്ക് പോകുന്ന വഴിയാട്ടാ. വഴിയാണ്. ഞാൻ നിൽക്കുന്നതിന്റെ നടക്കാനുള്ള ദൂരമുണ്ട്. എവിടെ കിലോമീറ്റർ? 1 കിലോമീറ്ററാ? അതുമില്ലേ? നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ നിൽക്കുന്നത് തമിഴ്നാട്ടിലെ ചരിത്രപ്രസിദ്ധമായ ആർക്കാട്ടിലാണ്. ഒരു കാലത്ത് ദക്ഷിണേന്ത്യയുടെ രാഷ്ട്രീയഗതി നിർണയിച്ചിരുന്ന നവാബുമാരുടെ വീരഗാഥകൾ ഉറങ്ങുന്ന രാജാക്കോട്ട. മണ്ണിൽ നടന്ന രക്തരൂക്ഷിതമായ പോരാട്ടങ്ങളുടെയും റോബർട്ട് ക്ലൈവ് എന്ന ബ്രിട്ടീഷ് ജനറലിൻ്റെ ഉദയത്തിൻ്റെയും കഥ അറിയണ്ടേ? നമുക്ക് നോക്കാം. ചരിത്രത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായി നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൂടെ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഓർക്കുമല്ലോ. തമിഴ്നാട്ടിലെ റാണിപ്പേട്ട് ജില്ലയിൽ പാലാർ നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ആർക്കോട്ട് കോട്ട ദക്ഷിണേന്ത്യൻ ചരിത്രത്തിൽ വളരെ നിർണായകമായ ഒരു സ്ഥാനമുള്ള ഇടമാണ്. മുഗൾ സാമ്രാജ്യത്തിൻ്റെ പതനക്കാലത്ത് കർണാട്ടിക് നവാബുമാരുടെ ആസ്ഥാനമെന്ന നിലയിലാണ് ആർക്കോട്ട് പ്രശസ്തമായത്. ആർക്കോട്ട് കോട്ടയുടെ യഥാർത്ഥ ചരിത്രത്തിലെ പ്രധാന ഭാഗങ്ങൾ താഴെ പറയുന്നവയാണ്. കർണാട്ടിക് നവാബുമാരുടെ ആസ്ഥാനം 1692 ഔറംഗസീബ് ചക്രവർത്തി സുൽഫിക്കർ ഖാനെ ആർക്കോട്ടിലെ ആദ്യത്തെ നവാബായി നിയമിച്ചു. പിന്നീട് ദോസ്ത് അലി ഖാൻ്റെ കാലത്താണ് ആർക്കോട്ട് ഒരു പ്രഭാവമുള്ള ഭരണകേന്ദ്രമായി മാറിയത്. ഈ കോട്ടയായിരുന്നു അവരുടെ അധികാരത്തിൻ്റെ ചിഹ്നം. ഈ കോട്ടയെ ലോക പ്രശസ്തമാക്കിയത് 1751 ചരിത്ര പ്രധാനമായ ഉപരോധമാണ്. രണ്ടാം കർണാട്ടിക് യുദ്ധത്തിൻ്റെ ഭാഗമായി റോബർട്ട് ക്ലൈവിൻ്റെ നേതൃത്വത്തിലുള്ള ഈസ്റ്റ് ഇന്ത്യ കമ്പനി സൈന്യം ഈ കോട്ട പിടിച്ചെടുത്തു. വെറും 500 സൈനികരുമായി വന്ന ക്ലൈവ് ചന്ദ സാഹിബിൻ്റെ 10,000 വരുന്ന സൈന്യത്തെ 3 ദിവസം പ്രതിരോധിച്ചു നിന്നു. ഈ വിജയമാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ അടിത്തറ പാക്കിയത് എന്ന് ചരിത്രകാരന്മാർ വിലയിരുത്തുന്നു. ഹൈദർ അലിയും ടിപ്പു സുൽത്താനും ബ്രിട്ടീഷുകാരുടെ അധീനതയിലായ കോട്ട പിന്നീട് പലതവണ കൈമാറ്റം ചെയ്യപ്പെട്ടു. മൈസൂർ രാജാവായിരുന്ന ഹൈദർ അലി 1780 ഈ കോട്ട പിടിച്ചെടുത്തിരുന്നു. എന്നാൽ പിൽക്കാലത്ത് ടിപ്പു സുൽത്താൻ്റെ പരാജയത്തിന് ശേഷം ഇത് വീണ്ടും ബ്രിട്ടീഷ് നിയന്ത്രണത്തിലായി. ഇന്നത്തെ അവസ്ഥയും കാഴ്ചകളും കാലപ്പഴക്കത്താലും യുദ്ധങ്ങളാലും പഴയ വലിയ കോട്ടയുടെ ഭൂരിഭാഗവും ഇന്ന് നശിച്ചു പോയിട്ടുണ്ട്. എങ്കിലും ചരിത്ര പ്രധാനമായ ചില ശേഷിപ്പുകൾ അവിടെ കാണാം. ഡൽഹി ഗേറ്റ് പഴയ കോട്ടയുടെ പ്രവേശന കവാടങ്ങളിൽ അവശേഷിക്കുന്ന പ്രധാന ഭാഗമാണിത്. റോബർട്ട് ക്ലൈവ് താമസിച്ചിരുന്ന മുറി ഇതിന് മുകളിലായിരുന്നു എന്ന് പറയപ്പെടുന്നു.
നവാബ് ചന്ദ സാഹിബിൻ്റെ മക്ബറ, പ്രസിദ്ധമായ ഒരു ദർഗയും മസ്ജിദും ഇതിന് സമീപമുണ്ട്. കണ്ടില്ല, സെൻട്രലിൽ മാത്രമായിട്ട് ഗ്രീൻ ഫീൽഡ് വന്നിട്ട് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ്. നോക്കി നടക്കുന്ന ഒരാളില്ല. വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കാഴ്ചകൾ എന്ന് പറയുന്നതൊക്കെ തന്നെ ഉള്ളൂ കാണാൻ. ഇവിടുത്തെ ഒരുപാട് മുമ്പ് കുറച്ചും കൂടി ഒരു 2-3 വർഷം മുമ്പൊക്കെ ഇത് കിട്ടിയിരുന്നതാ, നല്ലായിരുന്നതാ. ഫുള്ളായിട്ട് എന്താ പറയുക, പൊട്ടിപ്പോയില്ല. അപ്പോൾ നമുക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ബാക്കിയെല്ലാം കൂടി കാണായിരുന്നു. അത് ആരും ഇല്ല പക്കത്ത്, ആരും ഇല്ല ഇതിപ്പോൾ നോക്കാനും ചിലപ്പോൾ ഇങ്ങനെയൊക്കെ കിടക്കുന്നത്. എന്തായാലും തീർച്ചയായും മറ്റൊരു വിശേഷമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും വരാം. അതുവരെ ബൈ ബൈ. കേറുന്ന കവാടം, ഗേറ്റ്. എന്തായാലും ഈ വഴിയൊക്കെ ആകെ അഴുക്കായി കിടക്കുക.